രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിനെ പഠിക്കേണ്ടത് മുൻപുള്ള 20 സുന്നഹദോസുകൾ, സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ, ബൈബിൾ വ്യാഖ്യാനങ്ങൾ, ആരാധനാക്രമം എന്നിവയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. കൂവക്കാട്ടും കണ്ണഞ്ചിറയും ഒക്കെ ചെയ്യുന്നത് ഇതിന് ഘടകവിരുദ്ധമായി സ്വന്തം നിലയ്ക്ക് രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. വത്തിക്കാൻ രണ്ടാം സുന്നഹദോസിന്റെ അഴകുഴമ്പൻ ഭാഷയും സാഹിത്യവും ആർക്ക് വേണമെങ്കിലും വളച്ചൊടിക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. റൊമാനോ ഗോഡിനി എന്ന ലിബറലിസത്തിന്റെ പിതാവാണ് 1920കളിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ജനാഭിമുഖ കുർബാന ചൊല്ലിയത്. അയാളുടെ വികലമായ ലിബറൽ ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ സാർവത്രികമായി സെമിനാരി വിദ്യാഭ്യാസത്തിലും മറ്റ് ദൈവശാസ്ത്ര വീക്ഷണങ്ങളിലും പ്രകടമായി. അതിന് സമാന്തരമായി ഇത്തരം ആശയങ്ങളും പ്രചരിച്ചു വന്നു. 1950കളായപ്പോഴേക്കും ഏതാണ്ട് അവിയൽ പരുവത്തിലാണ് സഭ കിടന്നത് തന്നെ. ഈ പശ്ചാത്തലത്തിലാണ് രണ്ടാം വത്തിക്കാൻ സുന്നഹദോസ് വിളിച്ചുകൂട്ടപ്പെടുന്നത്. പോസ്റ്റ് വത്തിക്കാനിൻ കാലഘട്ടത്തിൽ ചിലർ രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിനെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് എല്ലാ മതങ്ങളും ഒന്നാണ് എന്നങ്ങ് പറഞ്ഞു. എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന് പഠിപ്പിച്ചു. ജനാഭിമുഖ ക്രിയ പ്രചാരത്തിലാക്കി. അങ്ങനെ സഭയുടെ അടിത്തറ ഇളകാൻ തുടങ്ങുകയായിരുന്നു. എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞ് ഫ്രീമസോൺ ക്ഷേത്രത്തിൽ വരെ പോയി അവരുടെ ആചാരങ്ങളിൽ പങ്കെടുത്ത മെത്രാന്മാർ ഫ്രാൻസിലും ഇറ്റലിയിലും വരെ ഉണ്ടായി. കർദിനാൾ ബുഗ്നിയാണ് ഈ കൂട്ടത്തിൽ രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിന്റെ രേഖകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനാഭിമുഖം എന്ന വിക്രിയെ സാർവത്രികമാക്കിയ ഒരു ഏറ്റവും പ്രധാനി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതേ ആശയം കർദിനാൾ പാറക്കാട്ടിൽ കേരളത്തിൽ കൊണ്ടുവന്നു. ഇതേ പാത തന്നെയാണ് കർദിനാൾ കൂവക്കാട്ടിൽ പിന്തുടരുന്നത്. 3 പേരുടെയും ആശയങ്ങൾക്ക് ഒരു ഐക്യ രൂപമുണ്ട്. 3 പേരും കർദിനാൾമാരായിരുന്നു. അതുകൊണ്ട് അഭിനവ പാറക്കേട്ടിൽ എന്ന് വിളിക്കപ്പെടുന്ന കൂവക്കാട്ട് എന്തുകൊണ്ടും യോഗ്യനാണ്.